പറയുന്നു? സുഖമായിരിക്കുന്നു. കുട്ടു ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു അല്ലേ കുട്ടു? ഞാനും കുട്ടു ഉള്ളു കേട്ടോ. കുട്ടു ഇപ്പൊ തന്നെ സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പൊ കുട്ടുവിന് വേണ്ടിയിട്ട് ഞാനൊരു ഓർഗനൈസർ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നേ. സോ എന്തായാലും നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ അൺബോക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഓർഡർ ചെയ്തപ്പോൾ ഒരബദ്ധം പറ്റിപ്പോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ടെമൂൽ ഇങ്ങനെ ഓഫേഴ്സ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർഗനൈസർ ഓർഡർ ചെയ്തത് കുട്ടൂന്. അപ്പോൾ കുട്ടൂന് ഓർഗനൈസർ ഓർഡർ ചെയ്തപ്പോൾ ആക്ച്വൽ പ്രൈസിൻ്റെ ഒരു ഓർഗനൈസറും പിന്നെ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയ ഒരു ഓർഗനൈസറും രണ്ടും കൂടെ ഞാൻ ഓർഡർ ചെയ്തു. ആക്ച്വൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ പ്രൈസ് അല്ല, സം ഡിസ്കൗണ്ട് ഇസ് ദർ. പക്ഷേ എനിക്ക് അതിലും കുറവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സം സ്കീംസ് ഒക്കെ കിട്ടാറില്ലേ, അതേപോലെ എനിക്ക് അതിലും കുറവിലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ 2 ഓർഗനൈസേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണം റിട്ടേൺ ചെയ്തിട്ട് കുട്ടുന്ന് വേറെ ഒരു ഇതെന്താ, ഇത് കുഞ്ഞൻ്റെ ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ. ഇവിടെ ഇരിക്കി കൂട്ടും. ഇത് കുഞ്ഞൻ്റെ ഹെയർ ബാൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഹെയർ ബാൻഡ്. നമുക്ക് ഇതിൽ ഹെയർ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതിന് അകത്തേക്ക് ഹെയർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഞാൻ കുഞ്ഞൻ വന്നിട്ട് ഒരു ദിവസം ഇതിൻ്റെ ഹെയർ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നും കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കുഞ്ഞൻ്റെ ഇങ്ങനെ ഫ്രണ്ട് ബാങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബാങ്ക്സിനൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കാനായിട്ട് മേടിച്ചതാണ്. ഇത് 2 സെറ്റ്സ് ഓഫ് ഹെയർ ബാൻഡ് ഉണ്ട് കേട്ടോ. ബ്ലാക്കും റെഡും മെറൂണും. ഇതൊന്ന് കുട്ടുപോയി കാണിച്ചു കൊടുത്തേ, അടുത്തേക്ക് പോയിട്ട്. കണ്ടില്ലേ? അപ്പൊ നമുക്കത് ഇതിൽ തന്നെ ഈ കവറിൽ തന്നെ വെക്കാം. കുട്ടു, നമുക്കത് ഈ കവറിൽ തന്നെ വെക്കാം. കുട്ടു വെച്ചിട്ട് കാണിച്ചല്ലോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് തന്നെ. ഇത് കുഞ്ഞൻ പറഞ്ഞിട്ട് മേടിച്ചതാണ്. ഇത് എന്തോ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു ടേപ്പ്, നാനോ ടേപ്പോ അങ്ങനെ എന്തോ സംഭവമാണ്. ഇത് കുഞ്ഞിന് കുറെ നാളായി കുഞ്ഞൻ നാനോ ടേപ്പ് വേണമെന്ന് പറയുന്നത്. ടെമ്പൂലൊക്കെ 2 dirhams ഒക്കെ ഉള്ളൂ കേട്ടോ നാനോ ടേപ്പ്. എനിക്കറിയില്ല എന്താണ് അതിൻ്റെ യൂസും ബെനിഫിറ്റ്സ് ഒക്കെ. എന്തായാലും 2 dirhams ഉള്ളൂ നാനോ ടേപ്പിന്. കുഞ്ഞൻ എന്തോ സംഭവം ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കുറേ ദിവസമായിട്ട് നാനോ ടേപ്പ് വേണം പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ എടുത്ത് വെക്കും, ലൈക്ക് കാർട്ടിലെടുത്ത് വെക്കും കേട്ടോ. കാർട്ടിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ റെഡ്യൂസ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്നാണ് ഈ ടെമൂന്ന് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറ്. ചില സംഭവങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ക്യാമറയുടെ സെൽഫി സ്റ്റാൻഡ് ഇതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതായത് പോട്ട്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്സ് കേട്ടോ. അതാ ഇതിൻ്റെ ബേസും ഉണ്ട്. നമുക്കിങ്ങനെ വിൻഡോയുടെ സൈഡിലൊക്കെ വെക്കാനായിട്ട് അടിപൊളിയാണ്. അത്രയുള്ള സൈസാണ്. ഇതിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ അങ്ങനെ പോട്ട്സ് കണ്ടില്ലേ? അപ്പോൾ ഈ പോട്ട്സ് 1 2 3 4 5 6 സെറ്റ്സ് ഓഫ് പോട്ട്സ് ആണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ പോട്ട്സ്. അപ്പോൾ ഇതും നല്ല ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് ഒരു സെറ്റും കൂടെ ഓർഡർ ചെയ്യണമെന്നുണ്ട്. എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പോട്ട്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ മേടിച്ചതാണ്. പിന്നെ അടുത്ത സംഭവം എന്താ നോക്കാം. ഇതാണ് അടുത്തത്. ഇത് കുട്ടൂൻ്റെ ഓർഗനൈസർ ആണെന്ന് തോന്നുന്നേ. ഓക്കെ, ABCD. ഇത് കുട്ടൂൻ്റെ ഓർഗനൈസറാണ്. വേറെ ഒരു ഓർഗനൈസറും കൂടി ഉണ്ട്. ഇതുമുണ്ട്. പിന്നെ ഞാനൊരു ഗണപതിനെയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുട്ടൂന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിലേക്ക് ചെറിയ കുഞ്ഞ് ഫോക്സ് മേടിച്ചതാണ് കേട്ടോ. കാണുന്നുണ്ടോ? നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനായിട്ട്. പിന്നെ മേടിച്ചിട്ടുള്ളത്
ഞാനൊരു കുഞ്ഞി ഗണപതിനെ മേടിച്ചിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ഗണപതി കുഞ്ഞില്. ഇത് കാറിലൊക്കെ ഹാങ് ചെയ്യാനായിട്ട് സൂപ്പർ ആയിരിക്കും. ഇങ്ങനെ ബൈക്ക് റൈഡ് ചെയ്യുന്ന ഒരു ഗണപതി. നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള കുഞ്ഞി ഗണപതി. ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ കാറിലിടാനായിട്ട് മേടിച്ചതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ മന്ദിരത്തിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഹാങ് ചെയ്തിട്ടാലും അടിപൊളിയായിരിക്കും. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്രാവശ്യം വന്ന പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതും കൂടെ ഓപ്പൺ ചെയ്യാനുള്ളത്. ഇതിലൊരെണ്ണം ഞാൻ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്തിട്ട് ഞാൻ കുട്ടൂന് വേറെ ഒരു ഗിഫ്റ്റ് വാങ്ങണം. കുട്ടൂന് ഒരു നല്ല ടോയ് അല്ലേ കുട്ടു? ഇത് 5 ലേയേഴ്സിൻ്റെ ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. രണ്ടും ഒരേ സൈസായിട്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്നിട്ട് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയാണ്. അവരെന്തായാലും ക്യാഷ് നമുക്ക് റിട്ടേൺ ചെയ്യില്ല. നമുക്ക് ആ ഒരു എമൗണ്ടിൽ നമുക്ക് വേറെ ടോയ് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എനിക്ക് എന്തായാലും ഒരു സംഭവം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കാനാണ് പ്ലാൻ. എന്തായാലും ഈ ബോക്സും കൂടെ അൺബോക്സ് ചെയ്താൽ കഴിഞ്ഞു കേട്ടോ. ഇന്ന് വന്ന എമൗണ്ട് സംഭവം അതും സെയിമാ കൊട്ടു. മമ്മി തെറ്റി ഓർഡർ ചെയ്തത്. ഇത് വാർഡ്രോബാണ്. ഇത് കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഷെൽഫാണ്. നമ്മൾ ഇത് പൊട്ടിയിട്ടുണ്ട്. എനി ഹൗസ് ഇത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ആയതിൻ്റെ പേരിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാം. എനി ഹൗസ് ഞാനിത് കീപ്പ് ചെയ്യാണ് ഇൻസൈഡ്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇതും നമുക്ക് തുറന്നു നോക്കാം. മാറി. ഇതും ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഷെൽഫാണ്. ഇത് ബ്രേക്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫിക്സ് ചെയ്യാം. ഇതിന് വീൽസ് ഉണ്ട്. വീൽസ് ഇങ്ങനെ സംഭവങ്ങൾ. ഇത് ആക്ച്വലി ഈ ഒരു സൈസാണ്. ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു 4 legs ഉണ്ട്. ഇത് വീൽസ്. നമുക്കപ്പോൾ ഈ 4 വീൽസ് ഉണ്ട്, 4 legs ഉണ്ട്. ആദ്യം നമുക്ക് ഈ സംഭവങ്ങൾ വീൽസിന് നോക്കാം. ഇത് കുറച്ച് ഈ 10 ചെയ്യണം. മമ്മി ചെയ്തോ. ഇത് നമുക്ക് സെറ്റാക്കാം കേട്ടോ. സെറ്റാക്കിയിട്ട് കുട്ടിൻ്റെ ടോയ്സ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് അവിടെയല്ല വെക്കേണ്ടത്. ഇത് വീൽസാണ്. അപ്പോൾ ഈ വീൽസ് നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ ഇതിങ്ങനെ തിരിയുന്ന വീൽസാണ് കേട്ടോ. നമുക്ക് ഈ ഓരോ സ്റ്റിക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്തേ കിട്ടും. നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നല്ല കുഴപ്പമില്ല. കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സും കുട്ടികൾ ഞാൻ മാഗ്നറ്റ് ടോയ്സും അങ്ങനെ സംഭവങ്ങൾ ബ്ലോക്സ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് ആണ് ഞാൻ ഈ സംഭവം മേടിച്ചത്. അതൊക്കെ വെക്കാനായിട്ടാണ് കുട്ടുന്നത് മേടിച്ചത്. അപ്പോൾ കുട്ടു നന്നായിട്ട് ടോയ്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടു ഞാൻ കുറേ ടോയ്സ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ കുട്ടു? ഞങ്ങൾക്ക് കത്തൽ ക്ലാസ് ഉള്ളപ്പോൾ കുട്ടൂന് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ കുട്ടു ചെയ്യുന്നത് പെയിന്റിങ്ങും പിന്നെ ബ്ലോക്സ് കളിക്കലാണ്. അപ്പോൾ കുട്ടൂനൊരു ബ്ലോക്സിൻ്റെ ടേബിൾ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം എനിക്ക്. അപ്പോൾ കുട്ടൂന് കുറേ നേരം കളിക്കാം. അല്ലെങ്കിൽ കുട്ടു ഫോൺ കണ്ടിരിക്കും.
അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അല്ലേ കുട്ടുഷേ? സോ ഇതിൻ്റെ സ്മൈലി ഇങ്ങോട്ട് ബാക്കിലേക്ക് ആയി പോയിട്ടോ. ഇറ്റ്സ് ഓക്കെ. ഒരു സ്മൈലി ഇങ്ങനെ അല്ല, സ്മൈലി ഒരു സൈഡിലേക്ക് വരണം കേട്ടോ കുട്ടി. മമ്മി തെറ്റിച്ചു, കുട്ടി തെറ്റിച്ചു. ഓക്കെ. സോ ഞാൻ ടോയ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഓർഗനൈസർ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 എണ്ണത്തിലൊന്ന് ബ്രേക്കായി ഞാനത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റിട്ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരത് റിട്ടേൺ ചെയ്യണ്ട, അവർ ക്യാഷ് റിയംബേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി ടെമ്മുവിൽ എനിക്ക് ആ ഒരു ക്യാഷ് അവർ റിയംബേഴ്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും വേറെ ടോയ് വാങ്ങിക്കാം കേട്ടോ. ആക്ച്വലി ഇതിന് എനിക്ക് 23 ദിറംസ് ആയുള്ളൂ 1 സ്റ്റാൻഡിന്. പക്ഷേ അത് ആക്ച്വൽ പ്രൈസ് അതിൽ 53, പിന്നെ വേറെ എമൗണ്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, മോർ ദാൻ ദാറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓഫേഴ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഈ ടെമ്മുവിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറേ ഡിസ്കൗണ്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ കാർട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സംഭവങ്ങൾ കണ്ടില്ലേ? ഇതാ നമ്മുടെ ഷെൽഫ്, മൾട്ടി ഷെൽഫ് നമ്മൾ ഫിക്സ് ചെയ്തു. ഇത് 5 ലെയർ ഷെൽഫാണ്. കുട്ടുവിൻ്റെ ടോയ്സും മാഗ്നറ്റിക് ടോയ്സും സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ കുട്ടുവിന് ഉള്ള കുഞ്ഞു കുഞ്ഞു ഫോർക്കും അതേപോലെ കുഞ്ഞിനുള്ള ഹെയർ ബാൻഡും എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. ഒരെണ്ണം ഡാമേജ് ഉണ്ട്. എന്തായാലും അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ആ ഒരു എമൗണ്ടിന് നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം. സോ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ കുട്ടു ഹാപ്പിയായി, ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്സ് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ, ടെമ്മുവിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ദിസ് ടു യുവർ ഫ്രണ്ട്സ്. And this is Sridevi signing off with your favorite channel, More for Champs. South India 2.